അത് അദ്ദേഹം ഒരു ഗവർണറുടെ പദവിക്ക് ചേർന്നതല്ലല്ലോ ചെയ്യുന്നത്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. എല്ലാം ഞാൻ പറയില്ല, പക്ഷേ ഒരു കേരളത്തിൽ എത്രയോ ഗവർണർമാരുണ്ടായിട്ടില്ലേ, അവരൊന്നും ഇങ്ങനെ. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും സുരേഷ് ഗോപി എന്ന സിനിമാ പ്രവർത്തനയിലുമുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തിന്റെ ചില മാടമ്പിത്തരം ചർച്ച ചെയ്യപ്പെട്ടു, അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം? അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം സിനിമകൾക്ക് വലിയ മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഗാന്ധി പറഞ്ഞൊരൊറ്റ കാര്യം വളരെ വളരെ കൃത്യമായിട്ടാണ്. കാരണം എൻ്റെ മതപരമായ വിശ്വാസത്തിൽ എൻ്റെ ഭരണം ഇടപെടാൻ പാടില്ല, ഭരണകാര്യങ്ങളിൽ എൻ്റെ മതവിശ്വാസം ഇടപെടാൻ പാടില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. വി.ഡി. സതീശനാണ് പ്രതിപക്ഷ നേതാവ് അല്ലേ? അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഒരു പറ്റം ആളുകളിലേക്ക് മാത്രം മാറുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിസം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അതൊക്കെ ഹൈദരാലി പറയല്ലേ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആളുകൾക്ക് വേണ്ട എല്ലാ സാഹചര്യവും അങ്ങനെയൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെയൊന്നുണ്ട്. അവിടെയാണ് KPCC പ്രസിഡന്റുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. KPCC ഉള്ളിൽ പറഞ്ഞാലും നിങ്ങൾക്ക് പറയാനും പറ്റില്ല. ഇവിടെ ഇതൊക്കെ അവിടെ അങ്ങനെ പിന്നെ അങ്ങനെ പ്രത്യേകമായ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വാസ്തവത്തിൽ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ KPCC പ്രസിഡന്റ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു, സതീശൻ വേറെ ടീമിനെ ബിൽഡ് ചെയ്യുന്നു ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്ര ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല അല്ലേ? സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പം സിനിമ പല രീതിക്കുള്ള സിനിമകൾ വന്നു. നമുക്ക് സിനിമയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പല സിനിമകളും പരാജയം. കഴിഞ്ഞ വർഷമാണ് 228ഓളം സിനിമകൾ, 4 സിനിമകളാണ് വിജയിച്ചത് സാമ്പത്തികമായിട്ട്, 13 സിനിമകൾ ഹിറ്റടിച്ചു. മറ്റെല്ലാ സിനിമകളും പരാജയം. താങ്കൾ ദീർഘകാല സിനിമാ പ്രവർത്തനങ്ങൾ, ഈ സിനിമയുടെ വിജയ പരാജയങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, ആദ്യകാലത്ത് സിനിമ മാത്രമുള്ളൂ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ. ഇപ്പോൾ ആ സിനിമകളുടെ ക്ലിപ്പുകൾ, അതിലെ ഹൊറർ രംഗങ്ങൾ, അതിലെ ഹ്യൂമർ, അതിലെ സോങ്സ്, അതിലെ നല്ല ഡയലോഗ്സ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ വരികയാണ്. നമുക്കിപ്പോൾ സിനിമ കാണാൻ ഒന്നും മുഴുവൻ കാണാൻ സമയമില്ലെങ്കിൽ ഇത് മാത്രം കണ്ടാൽ മതി. 2, ചെറിയ സ്ക്രീനുള്ള പിന്നെ മൊബൈലിൽ പോലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക ആളുകൾ. OTT എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലത്തെ വലിയ സംഭവങ്ങളായി മാറുന്നത്. പിന്നെ ഒന്നിപ്പോൾ തിയേറ്ററിലേക്ക് പോകാതെ മനുഷ്യൻ എവിടെയും പോകുന്നില്ലല്ലോ, എന്തിനും എവിടെയും പോകുന്നില്ല. ബാങ്ക് പോകുന്നില്ല, ഒരു സർക്കാർ ഓഫീസിൽ പോകുന്നില്ല, ഭക്ഷണം വാങ്ങാൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോകുന്നില്ല, പിന്നെ വസ്ത്രം വാങ്ങാൻ നമ്മൾ എവിടെയും പോകുന്നില്ല. പിന്നെ ഇപ്പം ജോലി നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുക. പിന്നെ ഇപ്പം എന്തിനാ സിനിമക്കായിട്ട് പോകുന്ന മനുഷ്യൻ? ഇതാണ് സംഭവം. ഏറ്റവും പ്രധാനമായ ഘടകം ഇതാണ്. അപ്പൊ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് താങ്കളൊന്നും ഇനി സിനിമയിലേക്ക് വരില്ല? ഇല്ല, സിനിമ എടുക്കണം. പക്ഷേ ഈ പിന്നെ ഇത് നമ്മൾ കാണേണ്ടത്, നല്ല സിനിമകൾ എടുത്താൽ, ജനങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന സിനിമകൾ എടുത്താൽ അത് വിജയിക്കുന്നുണ്ട്. അതേസമയം മാത്രമല്ല കേരളത്തിൽ എനിക്ക് തോന്നിയത്, പിന്നെ നമുക്കിപ്പോൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്ക്രിപ്റ്റ് എഴുതുക, മറ്റൊരു വ്യക്തി ഡയറക്റ്റ് ചെയ്യുക, മറ്റൊരു വ്യക്തി ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, ഇങ്ങനെയല്ലല്ലോ. കൂട്ടമായ വർക്കാണ്. സ്ക്രിപ്റ്റ് എഴുതുന്നൊരു കൂട്ടം, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. നമ്മളിവിടേക്ക് ഇപ്പോഴാണ് ഡയറക്ടർ ഓഫ് സിനിമറ്റോഗ്രാഫി എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് വരുന്നത്? ഇല്ലേ? അവിടെ അങ്ങനെയല്ല, ഒരു കൂട്ടം ആളുകളാണ് വളരെ നേരത്തെ തന്നെ, അവിടെ നേരത്തെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കൂട്ടായ്മയുടെ പിന്നെ ഒരു പ്രോഡക്റ്റാണ് പുറത്തൊക്കെ. നമ്മൾ കേരളത്തിലേക്കും അത്, നമ്മുടെ ഇന്ത്യയിലേക്കും അത് വന്നുകൊണ്ടിരിക്കുക വാസ്തവത്തിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ തടവ് എന്ന് പറയുന്ന സിനിമ ബെസ്റ്റ് സിനിമയാണ്. തടവ് കുറച്ച് നാടക പ്രവർത്തകർ ഒരു നാട്ടിലൊരു പരീക്ഷണ സിനിമ ചെയ്തതാണ്. ആട്ടം
വളരെ നല്ല സിനിമയാണ്. ഞാൻ ഫെസ്റ്റിവലിൽ കണ്ട സിനിമകൾ. അങ്ങനത്തെയൊക്കെ നല്ല സിനിമകൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് തിയേറ്ററിൽ ഓടാൻ കഴിയില്ല. ഈ ഫെസ്റ്റിവലിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറനുസരിച്ച് സിനിമകൾ ഉണ്ടാകാറുണ്ടോ? ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഇന്ത്യൻ സിനിമ ടുഡേ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെയുണ്ട്. ഇതിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ വേൾഡ് സിനിമയിലൂടെ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സിനിമയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എന്താ കുറേ സിനിമകൾ, ഞാൻ എൻ്റെ പേര് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തുണ്ട്, അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം ഇറാനിയൻ ഇഷ്യൂസ്, പിന്നെ അഖിലസ് എന്ന് പറഞ്ഞ സിനിമ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇറാനിലെ അവസ്ഥ, അവിടുത്തെ മതാത്മകമായ ഭരണകൂടത്തിൻ്റെ അവസ്ഥ, അതനുഭവിക്കുന്ന ഒരു നീണ്ട യാത്ര. ഇപ്പോൾ ചിലിയിലെ അതുപോലെ തന്നെ ഏകാധിപതിയുടെ ഒരു കാലത്തെ അവസ്ഥ, കുറേ എൽഡേഴ്സിനെ പ്രിസണിലിട്ടിരിക്കുന്നത്. ദ പ്രിസൺ ഇൻ ആൻഡസ് എന്ന് പറയുന്ന ഒരു സിനിമ, അതിഗംഭീരമായ സിനിമയാണ്. താലിബാൻകാർ വീണ്ടും തിരിച്ചു വന്നല്ലോ അഫ്ഗാനിലേക്ക്. അമേരിക്കൻ പട്ടാളം തിരിച്ചുപോയി, താലിബാൻ തിരിച്ചു വന്നു. താലിബാൻ തിരിച്ചു വരികയും ഒരു കുടുംബത്തിലെ ബർത്ത്ഡേ ആഘോഷിക്കുകയും ചെയ്യുക, ദി ലാസ്റ്റ് ബർത്ത്ഡേ. അതിഗംഭീരമായ സിനിമയാണ്. താലിബാന്റെ തിരിച്ചുവരവും അവിടെ നടക്കുന്ന സംഭവങ്ങളും ഈ വീട്ടിനകത്ത് വെച്ചിട്ട് ഇവർ കാണിച്ചിരിക്കുക. വളരെ നല്ല സിനിമയാണ്. അതേപോലെ ദി സ്നോസ്റ്റോം എന്ന് പറയുന്ന സിനിമ, സ്നോസ്റ്റോം പിന്നെ ഇതേപോലെ തന്നെ ഇറാനിലെ ഈ ഒരു പിന്നെ മതാത്മക ഭരണകൂടത്തിൻ്റെ സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന. ഉസ്ബെക്കിസ്ഥാൻ സിനിമയുണ്ട് സൺഡേ എന്ന് പറഞ്ഞിട്ട്, ഉസ്ബെക് സിനിമ അതിഗംഭീര സിനിമയാണ്. കാരണം ഒരു പ്രായമായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഈ പുതിയ കാലത്തെ മക്കളുടെ ജീവിത രീതിയും അവരുടെ ഈ പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത പ്രായമായൊരു മനുഷ്യൻ, ഒരു കർഷകൻ, അതും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്. ഇപ്പം അതിമനോഹര സിനിമയാണ്. അതേപോലെ തന്നെ ഇറാനിലെ ടെറസ്ട്രിയൽ വേഴ്സസ് എന്ന് പറഞ്ഞിട്ട് 6 ഷോട്ടിലൂടെ മുഴുവൻ സിനിമ ചിത്രീകരിച്ചിരിക്കുക. അതിഗംഭീര സിനിമ. പിന്നെ അതേപോലെ ഒരു കർഷകൻ പിന്നെ അവിടുത്തെ ലോക്കൽ രാജാവിനെതിരെ, നാടുവാഴിക്കെതിരെ ഉള്ളൊരു പോരാട്ടം, തൻ്റെ ഒരു കൃഷിസ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ഞാൻ പറയുന്നത് ഈ ഉസ്ബെക്കിസ്ഥാനിലെ, ഇറാനിലെ, അഫ്ഗാനിസ്ഥാനിലെ, പിന്നെ ഇറാഖിലെ, അല്ലെങ്കിൽ യൂറോപ്പിലെ, നോർത്ത് അമേരിക്കയിലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ, ചിലിയിലെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സിനിമകൾ വരുന്നില്ല. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സിനിമയും നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചത്? ഒന്ന്, എനിക്ക് തോന്നിയത് അങ്ങനത്തെ സിനിമകൾ വന്നാൽ തന്നെ, ഇപ്പോൾ തന്നെ തമിഴ് ഫിലിമിനെ കുറിച്ച് അറിയാമല്ലോ സംഭവം, വിജയ് നേരിടുന്ന പ്രശ്നം, നയൻതാരയുടെ സംഭവങ്ങൾ അറിയാം, ഒക്കെ അറിയാലോ. ഒന്ന് ഭീതി, ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ എത്തിക്കണം. ഒന്ന് സെൻസറിങ് വളരെ സ്ട്രിക്റ്റ്, 2 സെൻസറിങ് കടമ്പ കടന്ന് തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന എല്ലാ യാഥിസ്ഥിക മതമൗലികതാവാദത്തെയും പിന്തുണക്കുന്ന സിനിമകളല്ലാത്ത സിനിമകൾ ഇന്ത്യയിൽ ഇറക്കാൻ കഴിയാത്തൊരവസ്ഥ. 1. 2, ഇനി അങ്ങനെയുള്ള അക്കാഡമിക് സിനിമകൾ വന്നാൽ തന്നെ അത് സെലക്ട് ചെയ്ത് നമ്മുടെ ഫെസ്റ്റിവലിന് കൊണ്ടുവരാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഇന്ത്യൻ സിനിമ ടുഡേയിലെങ്കിലും കാണിക്കണമായിരുന്നു. ലോകത്തെ എല്ലാ കാര്യങ്ങളും അനീതി, അസമത്വം, മതാത്മകത പിന്നെ ഒക്കെ നമ്മൾ കാണുന്നു, അധിനിവേശം ഒക്കെ നമ്മൾ കാണുന്നു. പക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന ഈ പറഞ്ഞ ദളിതനെ, ന്യൂനപക്ഷക്കാരനെ, ആദിവാസിയെ കൂട്ടമായി ബലാത്കാരം ചെയ്യുന്നത്, എന്തിനേറെ ഒരു ഗുജറാത്തിനെ കുറിച്ച് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ കാണുന്നില്ലേ, നമ്മുടെ ബാനു 14 പേരെ കുടുംബത്തുനിന്ന് കൂട്ടമായി ബലാത്കാരം ചെയ്തിട്ട് സ്വന്തം 3 വയസ്സായ കുഞ്ഞിനെ അവരുടെ മുന്നിലിട്ട തലക്കടിച്ചു കൊന്നത്, ഉമ്മയെ അവർ മുന്നിലിട്ട ബലാത്കാരം ചെയ്ത് കൊന്നത്. 5 മാസം ഗർഭിണിയായ ബാനുവിനെയാണ് വീണ്ടും ഇവിടെ 5 പേരും മാറി മാറി ബലാത്കാരം ചെയ്തത്. എന്നിട്ട് അവരിങ്ങനെ ഇഴഞ്ഞ് നീങ്ങി തൊട്ടടുത്ത ഒരു ആദിവാസി കോളനിയിൽ പോയി അവർ കൊടുത്ത വെള്ളവും വസ്ത്രവും ധരിച്ച് അന്ന് മുതൽ പോരാട്ടം നടത്തുക അവർ നീതിക്ക് വേണ്ടി ഈ രാജ്യത്ത്. ആ പ്രതികളെ 11 പേരെ ഗുജറാത്ത് ഗവൺമെൻറ് തുറന്നു വിടുക. നിങ്ങൾ ആലോചിക്കുക, എത്ര സിനിമകൾ നമുക്കുണ്ടാവാം, എത്ര സിനിമകൾ.
ഞാൻ ഈ ഗുജറാത്ത് റൈറ്ററിനെ കുറിച്ച് എൻ്റെ വിലാപങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ സിനിമ എടുക്കാൻ ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് കാണിക്കാതൊക്കെയാണ് സിനിമ ഷൂട്ട് ചെയ്തത്. അവസാനം സ്ക്രിപ്റ്റ് ചോദിച്ചു, സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചു വന്നു. ഗുജറാത്തിൽ ചെയ്യാതെ പിന്നെ ഞങ്ങൾ പുറത്ത് ചെയ്തു. സിനിമ ചീറ്റിംഗ് ആണല്ലോ, നമുക്ക് എവിടെയും ചെയ്യാമല്ലോ. പക്ഷേ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നതും, അത്തരം സിനിമകൾ ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഫെസ്റ്റിവലുകളിൽ വരുന്നില്ല എന്നുള്ളതും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഗാന്ധി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താന്ന് കുട്ടികളോട് ചോദിക്കുന്ന, നമ്മുടെ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന, നമ്മുടെ നാടുകളുടെ, ദേശങ്ങളുടെ, ജില്ലകളുടെ പേര് മാറ്റുന്ന, നമ്മുടെ കോടതിയെപ്പോലും ഇലക്ഷൻ കമ്മീഷനെപ്പോലും കൂച്ചുവിലങ്ങിടാൻ അതിസാഹസികമായി അധികാരം ഉള്ളം കൈയിലേക്ക് സ്വാംശീകരിക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ, ഇവിടെ മതത്തിൻ്റെ പേരിൽ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കില്ലേ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ. ഒന്ന് ആലോചിക്കുക, എന്തിനാ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്? എന്തിനാ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനാ നമ്മൾ മറക്കാൻ ശ്രമിച്ച അമ്പലവും പള്ളിത്തർക്കങ്ങളെക്കുറിച്ച് വീണ്ടും നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്? എന്തിനാ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ബോധപൂർവം നമ്മളെ ഭിന്നിപ്പിക്കാൻ, എന്നിട്ട് ഒരു ഭൂരിപക്ഷ പിന്തുണ നേടാൻ. അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം സിനിമകൾക്ക് വലിയ, മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2025 ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ കാശ്മീർ ഫയൽ പോലെ 10ഓളം ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സ്പോൺസേർഡ് സിനിമകൾ. മനസ്സിലായോ? നമ്മുടെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ കശ്മലൻ്റെ പേരിൽ ജില്ല പിറക്കാൻ പോകുന്നു. ദേശത്തിൻ്റെ പേര് മാറ്റുന്നു. പ്രതിപക്ഷത്തിൻ്റെ മുന്നണിയുടെ ചുരുക്കപ്പേർ ഇന്ത്യ എന്ന് ചുരുക്കപ്പേർ വന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ പേര് മാറ്റാൻ ശ്രമിക്കുന്നു. അത് ഈ പറയുന്ന കോടതിയെയും ഇതിനെയൊക്കെ കൂച്ചുവിലങ്ങിടാൻ, ഇലക്ഷൻ കമ്മീഷനെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും അപ്രിയമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് JCB വെച്ച് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീടുണ്ടാവില്ല, JCB അവിടെ വീട് മാന്തി പൊളിക്കുന്നുണ്ടാവും. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഇന്ത്യ. 2 സ്ത്രീകളെ പൂർണ്ണമായി നഗ്നരാക്കി നടത്തിയിട്ട് അതിനുശേഷം ചെറുപ്പക്കാർ 50 പേർ മാറി മാറി ബലാത്കാരം ചെയ്തിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് FIR ഇടുന്നത് ഈ ഇന്ത്യയിൽ. നമുക്കറിയാലോ. അങ്ങനെയുള്ള ഈ രാജ്യത്ത് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവുന്നില്ല? പകരം കാശ്മീർ ഫയൽ പോലുള്ള സിനിമകൾ, ഒന്ന് നമ്മുടെ ദേശീയ നമ്മുടെ IFFI ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ എന്താ സ്ഥിതി ഇപ്പോൾ? അതൊരു സമാന്തര സിനിമാ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നല്ല അക്കാഡമിക് സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന. ഇപ്പം അവിടെ നടക്കുന്ന എന്താ? ഇപ്പം ബോളിവുഡ് സിനിമകൾ അതിൻ്റെ ഒരു മേളമായി, ഇപ്പം അത് മേളയായി അത് മാറി നമ്മുടെ IFFI. അപ്പം നമുക്ക് ഈ കേരളത്തിലെങ്കിലും നമുക്ക് കുറച്ച് നല്ല സിനിമകൾ കാണിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ നിന്ന് ഞാൻ രഞ്ജിത്തിനെയൊക്കെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അതേസമയം ഒന്ന് ഇത്തരം നല്ല സിനിമകൾ ഉണ്ടാവണം, ഉള്ള സിനിമകൾ കാണിക്കാൻ നമുക്ക് പറ്റണം. അതിനുവേണ്ടി IFFK പോലുള്ള ചലച്ചിത്രോത്സവങ്ങൾക്ക് സാധിക്കണമെന്ന് കൂടിയാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാം. രഞ്ജിത്തിന്റെ ചില മാടമ്പിത്തരം ചർച്ച ചെയ്യപ്പെട്ടു, അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഞാനത് അവരൊന്നും അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരാണല്ലോ അവരൊക്കെ. അതിൽ ഇപ്പം ഞങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാരെ പോലെ, ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഹൈദരാലിയോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ സിനിമക്കാർ സംസാരിക്കുക. അവർ പറയുള്ളൂ, തുറന്ന് പറയുമല്ലോ. നമുക്ക് പിന്നെ കുറേ സംഗതികളൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ. ഞാനതിനെങ്ങനെ കാണുന്നുള്ളൂ. താങ്കൾ സിനിമാ പ്രവർത്തനം കൂടെയാണ്. രഞ്ജിത്തിന്റെ നിലപാട് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തിയെന്നൊന്നും അറിയാൻ വേണ്ടിയാണ്. അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. അല്ല, അങ്ങനെയല്ല ഞാനിത് പറയുന്നത്. ആരെയും വ്യക്തിപരമായി നമ്മൾ പരാമർശിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഞാനും രഞ്ജിത്തിനെ കുറിച്ച് അങ്ങനെ പറയരുത്, രഞ്ജിത്തും പറയാൻ പാടില്ല. ആരും അങ്ങനെ വ്യക്തിപരമായി ഒരാളെ നമ്മൾ അങ്ങനെ. ഡോക്ടർ ബിജു ഒക്കെ നല്ലൊരു സംവിധായകനാണ്. ഞാനതിൽ അത്രേ കാണുന്നുള്ളൂ. ഞാനിപ്പോൾ അതിലൊരു വ്യക്തിപരമായ ഒരു പരാമർശത്തിലേക്ക്, ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഞാനൊരു അഭിപ്രായം പറയാൻ ഇല്ല. അങ്ങനെ അഭിപ്രായം പറയാവുന്നത് ശരിയല്ല എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ട്? രഞ്ജിത്തിന്റെ അത്തരത്തിലുള്ള അഭിപ്രായം ശരിയല്ല എന്ന് താങ്കൾ സമ്മതിക്കുന്നു? അല്ല, ആരെയും നമ്മൾ ഇകഴ്ത്തി പറയാൻ പാടില്ല. ആരെയും. എല്ലാവരും അതിൻ്റെതായ അവർക്ക് സ്പേസ് ഉണ്ടല്ലോ. ബിജുവിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഒരിക്കലും രഞ്ജിത്ത് വരുന്നില്ല. രഞ്ജിത്തിൻ്റെ സ്പേസിലേക്ക് ബിജുവും വരുന്നില്ല.
ബിജു അക്കാഡമിക് സിനിമകളായിട്ട് പോവുക. രഞ്ജിത്ത് അങ്ങനെയല്ല, ഈ കൊമേഴ്സ്യൽ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. കൂട്ടത്തിൽ മറ്റ് സിനിമകളും ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അതൊന്നും നമ്മളൊരു വലിയ വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം കാര്യം വ്യക്തിപരമായി കാണേണ്ട കാര്യമില്ല അല്ലേ? അത് കൃത്യമാണ്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരായിരുന്നു? കുറേ മുഖ്യമന്ത്രിമാരില്ലേ? എനിക്ക് കുറേ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ഒരു കുഴക്കുന്ന ചോദ്യമാണ്, ദൈവത്തിട്ട് അത് ഒഴിവ്. കുറേ മുഖ്യമന്ത്രിമാർ, നല്ല മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ സ്റ്റൈല്, ഓരോരുത്തരുടെ സംസാരം, അങ്ങനെയൊക്കെ ഒരു ഇഷ്ടപ്പെടും ഒരാളെ നമ്മൾ അല്ലേ? ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഞങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ നാളെ എന്താ വാർത്ത കൊടുക്കുക, മറ്റേ മുഖ്യമന്ത്രി മോശമായിരുന്നു എന്ന് ഞാൻ പറയുന്നു. പിന്നെന്താ അങ്ങനെ കൊടുക്കൂല? നമുക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ സംസാര രീതി, അദ്ദേഹത്തിന്റെ എന്താ പറയാ ജസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. നമുക്കതൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മളൊരു മുഖ്യമന്ത്രിയെ ജഡ്ജ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണ നിപുണത, അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി, അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടത്തെ അദ്ദേഹം സ്വാധീനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അങ്ങനെയൊക്കെ പല ഘടകങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ പരിഗണിക്കണമല്ലോ. അങ്ങനെ ഞാനൊരു മുഖ്യമന്ത്രിക്ക് മാർക്ക് ഇടുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചു. മുഖ്യമന്ത്രിക്ക് മാർക്ക് ഇടുന്നില്ല? ഇല്ല. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും സുരേഷ് ഗോപി എന്ന സിനിമാ പ്രവർത്തകനിലും ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് സിനിമയാണ് നല്ലതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ. രാഷ്ട്രീയമല്ല? സിനിമയാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹത്തിനെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതൊക്കെ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമ്പം, ഞാനിപ്പുറത്തെ രാഷ്ട്രീയക്കാരനാണ്. പല കാര്യങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിലും ഞാനൊക്കെ വളരെ വ്യക്തിബന്ധമുള്ളൊരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ഞാനതിൽ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ചിത്രയുടെ ഒരു നിലപാട്, ചിത്ര കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു വാക്ക്, അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അത് അവരൊരു ക്ഷേത്രത്തിനുള്ള താല്പര്യം, ക്ഷേത്രത്തിനുള്ള ഇഷ്ടവുമാണ്, അദ്ദേഹത്തിന് അവരുടെ ഒരു മതവിശ്വാസമാണ്. അതിന് ഇത്രമാത്രം സൈബർ അറ്റാക്ക് നേരിടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു തോന്നുന്നു? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം വ്യക്തിപരമായിട്ട് അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് പോകാമല്ല. അതിലൊന്നും ഒരിക്കലും സൈബർ അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതൊരിക്കലും ശരിയല്ല. മാത്രമല്ല, ഇതിനെ വിശ്വാസികൾ, കോൺഗ്രസ് പോലും പറഞ്ഞത്, കോൺഗ്രസ് നേതാക്കന്മാരോട് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടവർക്ക് വ്യക്തിപരമായി തീരുമാനം എടുത്തുകൊണ്ട് പോകാം, പക്ഷെ പാർട്ടിയുടെ ക്ഷണം വേണ്ട എന്നാണ് പോകുന്നത്. കാരണം അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത്. പക്ഷെ അതേസമയം വിശ്വാസം, പല കോൺഗ്രസ് നേതാക്കന്മാരും വന്ന് UP ഘടകം അതിന് പോകുന്നു. അപ്പോൾ ഇത് വ്യക്തിപരമായി നിങ്ങൾക്ക് തീരുമാനിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട്. അതല്ലെങ്കിൽ വിശ്വാസം വ്യക്തിപരമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഗാന്ധി പറഞ്ഞൊരൊറ്റ കാര്യം വളരെ വളരെ കൃത്യമായിട്ടാണ്. കാരണം എൻ്റെ മതപരമായ വിശ്വാസത്തിൽ എൻ്റെ ഭരണം ഇടപെടാൻ പാടില്ല, ഭരണകാര്യങ്ങളിൽ എൻ്റെ മതവിശ്വാസം ഇടപെടാൻ പാടില്ല. അത് പാലിച്ചുകൊണ്ടായിരിക്കണം ഇന്ത്യയുടെ മതനിരപേക്ഷത നിലനിൽക്കേണ്ടത്. മതപരമായ കാര്യങ്ങളിൽ ഭരണകൂടം ഇടപെടുന്ന വ്യക്തിപരമാണ്. എൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ എൻ്റെ വ്യക്തിപരമായ ഈ മതം ഒരിക്കലും അവിടെ സ്വാധീനിക്കപ്പെടാനും പാടില്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഈ പറഞ്ഞ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുക, അവിടെയാണ് പ്രശ്നം. അത് അടിസ്ഥാനപരമായി കോൺഗ്രസ് അതിനെ കഴിഞ്ഞ കാലത്ത് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത് മാത്രമല്ല, പാകിസ്ഥാനെ കോൺഗ്രസ് എതിർത്തു. ഇത് ഇനി ഒരു മതരാജ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് കോൺഗ്രസിന് കൃത്യമായ കാഴ്ചപ്പാട് ഇതിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് ജിന്നായത് പറഞ്ഞപ്പോൾ അബുൽ കലാം ആസാദ് വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് അതിനെ എതിർത്തത്. അബുൽ കലാം ആസാദ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ജിന്ന ലാഹോർ പ്രമേയത്ത് പറഞ്ഞു, ഇറ്റ് ഈസ് എ ഡ്രീം ദാറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ക്യാൻ ഇവോൾവ് അണ്ടർ എ കോമൺ നാഷണാലിറ്റി. ഹിന്ദുവും മുസ്ലിം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അബുൽ കലാം ആസാദ് അതിന് മറുപടി പറഞ്ഞതാണ്, 1200 വർഷത്തെ എഴുതി വെക്കപ്പെട്ട ചരിത്രമുണ്ട് ഇന്ത്യയിൽ. ഹിന്ദുവും മുസ്ലിം ഒരുമിച്ച് ജീവിച്ച ചരിത്രം മാത്രമാണുള്ളത്. അതിൽ ആ കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ചെയ്ത ചരിത്രം. ഈ മണ്ണിൽ എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നു ജിന്നെ എന്ന് അബുൽ കലാം ആസാദ് വിളിച്ചു ചോദിച്ചു.
അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായി പാകിസ്ഥാൻ എതിർത്ത്, ഇസ്രായേലിനെ കോൺഗ്രസ് എതിർത്തു. എന്തുകൊണ്ടാണ്? ലോകത്തുള്ള എല്ലാ ജൂതന്മാർക്കും വേണ്ടി രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രിട്ടീഷുകാർ പറഞ്ഞു, അന്നു മുതൽ എതിർത്തു. അതിനെ UN അംഗീകരിക്കുന്ന സംഭവം വന്നപ്പോൾ ലോകരാജ്യങ്ങളോട് നെഹ്റു പറഞ്ഞ നിങ്ങൾ യു ആർ ട്രൈങ് ടു ഓപ്പൺ എ ഡോർ ടു ഹെൽ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നരകത്തിലേക്കുള്ള ഒരു വാതിലാണ് നിങ്ങൾ തുറക്കുന്നത്. അതൊരു മതരാജ്യമല്ല ആവേണ്ടത്. നിങ്ങളങ്ങനെ ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടായിക്കോ, അപ്പുറത്ത് പലസ്തീൻ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഉണ്ടാവട്ടെ. ലോകത്തുള്ള എല്ലാ ജൂതന്മാർക്കും വേണ്ടി ഒരു ജൂതരാജ്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ല. അവിടെയും മുസ്ലിങ്ങൾ ഉണ്ടാവണം. ഇപ്പോഴും ഉണ്ടല്ലോ ഇസ്രായേലിൽ 18% മുസ്ലിങ്ങൾ ഉണ്ട് അവിടെ ഇപ്പോഴും. അപ്പോൾ ഞാൻ പറയുന്നത് അത് കൃത്യമായ കോൺഗ്രസിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. കാരണം മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാവാൻ പാടില്ല. അത് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മതനിയമങ്ങളാവാനും പാടില്ല. അത് പൊതുവെ എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന നിയമങ്ങൾ. അതേസമയം എൻ്റെ മതവിശ്വാസമനുസരിച്ച് എനിക്കും മതമില്ലാത്ത വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സംവിധാനമുള്ള ഭരണഘടന ഉണ്ടായിരിക്കണം. ആ രീതിക്കാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ഗവർണറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് അദ്ദേഹം ഒരു ഗവർണറുടെ പദവിക്ക് ചേർന്നതല്ലല്ലോ ചെയ്യുന്നത്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അങ്ങനെയായിട്ട് തന്നെ കാണേണ്ടതായി വരും. എല്ലാം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു കേരളത്തിൽ എത്രയോ ഗവർണർമാരുണ്ടായിട്ടില്ലേ, അവരൊന്നും ഇങ്ങനെ ഒരു രീതിയിലല്ലല്ലോ പ്രതികരിച്ചതും ഒന്നും. അദ്ദേഹത്തിന് ഗവർണർ പദവിയിലേക്ക് അദ്ദേഹം മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ സംസ്ഥാന പ്രസിഡന്റ് ജയിലിലടച്ചിരിക്കുകയാണ്. മാങ്കൂട്ടത്തിന്റെ വരവ് എങ്ങനെ കാണും? അല്ല, മാങ്കൂട്ടത്തിൻ്റെ വരവ് എന്നല്ല, യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചമർത്തില്ല ബോധപൂർവമായിട്ട്. അതിന് ശക്തമായി പ്രതികരിക്കാൻ രാഹുൽ ചെയ്തിട്ടുള്ളത്. രാഹുലിൻ്റെ ശക്തമായ പ്രതികരണത്തെ ഭയക്കുന്നു. അതാണ് ഞാൻ കാണുന്നത്. താങ്കളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന് ഇങ്ങനെ വരുന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു നല്ലൊരു പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ, സമരമുറകളെ ഇവർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതന്നെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട്. മുഖ്യമന്ത്രി ഇഷ്ടമല്ലാത്ത മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ അതൊരു വലിയൊരു ചർച്ചയ്ക്ക് വിധേയമാക്കണ്ട. ഇഷ്ടവും അനിഷ്ടമല്ലല്ലോ. കാരണം എനിക്കെൻ്റെ നിലപാട് പറയുമ്പം എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയപരമായ എൻ്റെ ഒരു ദർശനവും എൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടി വെച്ചുകൊണ്ടായിരിക്കും എൻ്റെ ഇഷ്ടങ്ങൾ ഉണ്ടാവുക. ഞങ്ങളെ രാഷ്ട്രീയ ഗുരു ആരാണ്? വാപ്പ തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു. എൻ്റെ വാപ്പ തന്നെ. കാര്യം എന്താ വെച്ചാൽ എനിക്ക് 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ കൃത്യം പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആദ്യം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പുസ്തകം എടുത്ത് വന്ന് എന്നെ കൂടെ വായിപ്പിച്ചത് അദ്ദേഹമാണ്. നിർബന്ധമായിട്ട് വായിക്കണം എന്ന് പറഞ്ഞു. വായിക്കണം എന്ന് പറയുക മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം ഞാനത് വായിച്ചോന്ന് ഉറപ്പ് വരുത്താൻ അതിൽ ഓരോ ചാപ്റ്റർ എടുത്ത് എന്നോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഞാൻ രാഷ്ട്രീയക്കാരനാവണം എന്നുള്ളതല്ല, അതിലെത്ര താല്പര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാനൊരു മതനിരപേക്ഷവാദിയാവണം, എനിക്ക് കൃത്യമായ രാഷ്ട്രീയത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവനാവണം എന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു താല്പര്യം വലുതായിട്ടുണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയ നേതാവോ പ്രവർത്തകനോ ആകണമെന്നല്ല. ഞാനൊരു ബിസിനസ്സുകാരനായാലും ഞാനൊരു ഉദ്യോഗസ്ഥനായാലും എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, കൃത്യമായ മതനിരപേക്ഷവാദിയാവണം. അത് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. വാപ്പിച്ച ഏറ്റവും അവസാനം വരെ ഏറ്റവും ജീവിതത്തിൽ അലട്ടിയ ഒരു സംഭവം ഉണ്ടെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എന്ത് പറയാൻ പറ്റും? കുറേ സംഭവങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയക്കാരല്ലേ, കുറേ സംഭവങ്ങൾ ഉണ്ടാവും. കാരണം അദ്ദേഹത്തെ ആദ്യമായി 1ാം പ്രതിയാക്കി, കുഞ്ഞാലി വധക്കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്ത് 9 മാസക്കാലം ജയിലിലടച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പല കേസുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, രാഷ്ട്രീയ വൈര്യത്തിന് വേണ്ടി കുറേ കേസുകളൊക്കെ എടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിലൊക്കെ ഉള്ള പക്ഷെ അതിനൊക്കെ പുള്ളിക്ക് അലട്ടലൊന്നും നമുക്ക് ബോധ്യമാവില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. പുള്ളി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സുഖമായി കടന്നുറങ്ങുന്ന ആളാണ്. മനസ്സിലായല്ലോ. ഇപ്പോൾ പുള്ളിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം പ്രവർത്തകരും ബാക്കിയുള്ളവരൊക്കെ ഉറക്കൊഴിച്ച് ഭയങ്കര ബേജാറായി അവർ ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങി. അന്ന് പുള്ളി രാവിലെ കൗണ്ടിങ്ങിൻ്റെ അന്നൊക്കെ പുള്ളി രാവിലെ വളരെ വൈകിയായിരിക്കും എണീച്ച് വരുന്നുണ്ട്.
മനസ്സിലായോ? എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പുള്ളി അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മബലം പുള്ളിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആ പുള്ളിക്ക് എല്ലാ കാര്യത്തിലും. ഭയങ്കര കോൺഫിഡൻസ്, എന്നെക്കാളും ഭയങ്കര കോൺഫിഡൻസ് കാര്യങ്ങളിൽ. കാരണം പുള്ളിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പുള്ളി പറയുകയും അത് സമർത്ഥിക്കുകയും അതിൽ ബാക്കിയുള്ളവരൊക്കെ പുള്ളിയോട് തോൽക്കുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴായാലും. പിന്നെ പുള്ളി ഒരു കാര്യം പറയുന്നത് വളരെ ആഴത്തിൽ പഠിച്ചിട്ടേ പറയുള്ളൂ. പുള്ളി SSLC വിദ്യാഭ്യാസമുള്ളൂ, പക്ഷെ പുള്ളി എക്കണോമിക്സൊക്കെ പുള്ളി വളരെ ആഴത്തിൽ പുള്ളി പഠിക്കും. ഹിസ്റ്ററി ആണെങ്കിൽ പുള്ളി വളരെ ആഴത്തിൽ, ലെജിസ്ലേച്ചർ നിയമങ്ങളാണെങ്കിൽ പുള്ളി വളരെ ആഴത്തിൽ പഠിക്കും. പഠിച്ചിട്ടേ പുള്ളി വളരെ കൃത്യമായിട്ട് ഓരോന്നോരോന്ന് മനഃപ്പാടമാക്കി. ഇപ്പോൾ പുള്ളി ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പുള്ളിയുടെ അടുത്തേക്ക് എന്നാൽ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ കാര്യം വേഗം തീർത്തിട്ട് നമ്മളവിടെ ഇരുത്തിയിട്ട് പുള്ളി വായിച്ച പുസ്തകത്തിലെ കാര്യങ്ങൾ നമ്മളോട് പതുക്കെ അതിലേക്ക് കൊണ്ടുവരും വിഷയം. അത് എന്തിനാ വെച്ചാൽ പുള്ളിക്കത് ഹൃദ്യസ്ഥമാക്കാനാണ്. പുള്ളി വായിച്ചത് അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമാക്കണമെങ്കിൽ അത് നമ്മൾ ഒരാളോടത് കൺവേ ചെയ്ത് ഒന്ന് സംസാരിച്ചാൽ പുള്ളിക്കത് പിന്നെ ഉറപ്പിക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും ആ പുസ്തകം വായിച്ച പുസ്തകത്തിലെ വിഷയത്തിലേക്ക് നമ്മളെ ചർച്ചയും കൊണ്ടുവരും പുള്ളി. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം നമുക്കും ഒരു പാഠമായിട്ടുണ്ട്. അതാണല്ലോ ഇങ്ങനെ സംസാരിക്കാൻ താങ്കൾ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. പഠിച്ചിട്ടേ ഇരിക്കാറുള്ളൂ ഫ്രണ്ടിൽ, ആരുടെ ഫ്രണ്ടിലും. അല്ല, എനിക്ക് പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് പഠിക്കാതെ പോകാൻ എനിക്ക് ഭയങ്കര പ്രയാസം. ഞാനെപ്പോഴും ഓരോ മീറ്റിങ്ങിന് പോകുന്നതും ഞാനൊരു പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ. ഞാൻ തലേന്നും ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ മുൻപും ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും എനിക്കിങ്ങനെ റെഫർ ചെയ്യണം. എനിക്കിങ്ങനെ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അങ്ങനെ എനിക്ക് പഠിച്ച് പറയാനാണ് എനിക്കിഷ്ടം. അല്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് അപ്പോഴേ നമ്മൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റും. നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗം ഒരു 2 മണിക്കൂർ പ്രസംഗിക്കാൻ ഒന്നും വായിക്കാതെ നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി ഉള്ള കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാം. പക്ഷേ പുതിയ കാര്യങ്ങൾ അത് നമ്മൾ പറയുമ്പോഴാണ് ആളുകളെ നമുക്ക് വർത്തമാനകാലത്തെക്കുറിച്ചാണ് ബോധവൽക്കരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം, അത് നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വർത്തമാനകാലത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്ന് പറയുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം നമ്മളവരെ കൺവിൻസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങളിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ 5 സംസ്ഥാനങ്ങളിൽ തോറ്റു എന്ന് പറയുമ്പം എനിക്കതിൻ്റെ കൃത്യമായ ഒരു ഫിഗർ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് ശരിയാണ് തോറ്റു, എന്നാലും ഞങ്ങൾ പാർലമെൻറ്റിൽ ജയിക്കും എന്നല്ലേ പറയാൻ പറ്റൂ. പക്ഷെ നമ്മളത് കൃത്യമായി പഠിച്ചപ്പോഴേ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായി. അപ്പോൾ ആ ആത്മവിശ്വാസം നമ്മുടെ പാർട്ടി വർക്കേഴ്സിന് നമുക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തും സംഭവിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവസാനം പറഞ്ഞു വെച്ച വാക്കിൽ നിന്നും അവസാന ശ്വാസം വരെ കോൺഗ്രസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹം, അത് സഫലമാവുമെന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. എങ്ങോട്ടും പോകാതെ കോൺഗ്രസ് നിൽക്കുമെന്നുള്ള കാര്യം പിന്നീട് കാണാം. ഈ നേരത്തെ പറഞ്ഞ ലീഗ് എങ്ങോട്ടെന്നുള്ള യാത്ര നമ്മൾ കണ്ടറിയേണ്ട ഒരു കാലഘട്ടത്തിലേക്കും പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ വേർഷനാണ്, എൻ്റെ വേർഷനല്ല. ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഇത് നിങ്ങളുടെ നറേറ്റീവാണ്, എൻ്റെ നറേറ്റീവ് അല്ല. അങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ ഞാനത് പറയും. അല്ല എന്റെ കൺക്ലൂഷൻ അതല്ല. അല്ല, ഇദ്രലി പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞു. എന്തും സംഭവിക്കാം, രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയമാണ്, എന്തും സംഭവിക്കാം. നമ്മൾ ഒരിക്കലും പോകില്ല എന്ന് കണ്ട പല ആൾക്കാരും പല പാർട്ടി വിട്ട്, ഈ കോൺഗ്രസ് വിട്ട് ഈ ഇടയ്ക്കും കൂടെ പോയി കഴിഞ്ഞു. പാലക്കാട് ഇല്ലേ, നെഞ്ചോട് ചേർത്ത് പാർട്ടിയെ പുള്ളി വിങ്ങലോട് കൂടിയാണ് പാർട്ടി വിട്ടു പോയത്. അദ്ദേഹത്തിനുള്ള അനുഭവങ്ങളാണ്. ആര്യാടൻ ഷൗക്കത്തിനൊന്നും അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോഴും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം പുറത്തു നിന്ന് കാണുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് താങ്കൾ. പക്ഷെ താങ്കൾ കോൺഗ്രസ് വിട്ടു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, വിട്ടു പോകാനും ഞാൻ പറയില്ല. അതൊക്കെ താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അങ്ങനെ പോയവരും ഉണ്ട് ഈ ചരിത്രത്തിൽ, കോൺഗ്രസിലുണ്ട്. ഇതിലും വലിയ നേതാക്കൾ വരെ, സ്ഥാനമാനത്തിന് വേണ്ടി പോയവർ വേറെ, അല്ലാതെ നിൽക്കക്കള്ളി ഇല്ലാതെ പോയവരുമുണ്ട് ഈ പാർട്ടിക്ക്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ താങ്കൾ കോൺഗ്രസിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. താങ്കളുടെ പിതാവിന്റെ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എ.കെ. ആന്റണിയുടെ മകൻ പോയതുപോലെ ആര്യാടന്റെ മകൻ ഷൗക്കത്തിൽ പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വരും കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ, കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയും സജീവമാകണം. രാഷ്ട്രീയത്തിൽ കൂടെ മാത്രമുള്ള യാത്രയല്ല. തീർച്ചയായും നമുക്ക് സിനിമയിലൂടെയാണ് താങ്കളെ പരിചയം, പിന്നീടാണ് രാഷ്ട്രീയത്തിലുള്ള പരിചയം വരുന്നത്. സിനിമയിലും സജീവമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവിധ ആശംസയും അടുത്ത
ഇലക്ഷന് സീറ്റ് ലഭിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വിജയിക്കട്ടെ എന്ന് ആശംസയും നേരും. താങ്ക് യു. താങ്ക് യു.